ഗുഡ് മോർണിംഗ്. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ലൈവ് ക്ലാസ് ഇല്ല. അതിന് പകരം ഇന്നലെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ പഠിച്ച പോർഷൻ്റെ ബാക്കി ഒരു ചെറിയ പോർഷൻ വിട്ടിട്ടുണ്ടായിരുന്നു. ആ പോർഷൻ ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോ ഇട്ട് തരാം. നമ്മൾ ഇന്നലെ മീറ്ററിനകത്തുള്ള ടോർക്കിനെ പറ്റിയാണ് പഠിച്ചത്. പ്രധാനമായിട്ടും 3 ടോർക്കാണ് മീറ്റർ ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്ന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, രണ്ടാമത്തത് കൺട്രോൾ ടോർക്ക്, മൂന്നാമത്തെ ഡാമ്പിംഗ് ടോർക്ക്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്സും അപ്പോൾ അതിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെയുള്ള കാര്യം ഇന്നലെ പറഞ്ഞിരുന്നതുപോലെ കൺട്രോളിംഗ് ടോർക്കിനെ പറ്റിയും പറഞ്ഞു. എന്തിനാണ് ശരിക്കും നമ്മൾ കൺട്രോളിംഗ് ടോർക്ക് ഉപയോഗിക്കുന്നത്? നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മീറ്ററിലെ പോയിൻ്റർ 0 എന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങും. ഈ പോയിൻ്റർ നമുക്ക് നമ്മുടെ ഏത് റീഡിംഗ് ആണെങ്കിൽ ആ റീഡിംഗ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അവിടെ വെച്ച് നമുക്കൊരു ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ടോർക്ക് ഉണ്ടാകണം. ഈ ഓപ്പോസിറ്റ് ടോർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ കൺട്രോളിംഗ് ടോർക്ക് ഉപയോഗിക്കുന്നത്. അപ്പം കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സിനെ പറ്റി അതിനകത്ത് ഒരു മെത്തേഡിനെ പറ്റി ഡിസ്കസ് ചെയ്തതാണ് ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം. അപ്പം ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം പഠിച്ചപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിരുന്നു. അത് നമുക്ക് വെർട്ടിക്കലി മൗണ്ടഡ് ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നമ്മൾ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന മാതിരി മേശപ്പുറത്തൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കാൻ കഴിയത്തില്ല. അപ്പം ഈ ഡിസഡ്വാൻറ്റേജ് മറികടക്കാൻ നമ്മൾ അടുത്തൊരു കൺട്രോളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതാണ് സ്പ്രിംഗ് കൺട്രോൾ. അപ്പം സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഫിഗറാണ് കാണുന്നത്. അപ്പം ഇന്നലെ ക്ലാസ് എടുത്തപ്പോൾ പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഒരു ആൻസർ എഴുതുമ്പോൾ ഫിഗർ ഉണ്ടെങ്കിൽ അത് മാക്സിമം നിങ്ങൾ വലുതായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കണം. ഒരു ഹാഫ് പേജെങ്കിലും എടുത്ത് വരയ്ക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ നോട്ട്ബുക്ക് വരയ്ക്കുമ്പോൾ ആ രീതിയിൽ തന്നെ വരച്ച് ശീലിക്കണം. അപ്പം ഒരു ക്വസ്റ്റ്യൻ എഴുതി അതിൻ്റെ ആൻസർ കീ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു പകുതി മാർക്കെങ്കിലും നമ്മൾ ഫിഗറിന് വേണ്ടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫിഗർ പ്രോപ്പറായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നല്ല വലുപ്പത്തിൽ തന്നെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിന് നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പം അത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ആ പോയിൻ്റ് നിങ്ങൾ ഇനി ആൻസറൊക്കെ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് അങ്ങനെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പം നമുക്ക് സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഫിഗർ നോക്കിയാൽ നമ്മൾ ഇന്നലെ പഠിച്ച ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റമായിട്ട് നല്ല വ്യത്യാസം തോന്നും. ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം എങ്ങനെയായിരുന്നു? ഒരു വെർട്ടിക്കലി മൗണ്ടഡ് മീറ്ററിൻ്റെ പോയിൻ്റിൽ നമ്മൾ മറ്റൊരു ആം നമ്മൾ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കൺട്രോൾ വെയിറ്റ് വയ്ക്കുന്നു. അപ്പം പോയിൻ്റ് 0 റിഫ്ലക്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ വെയിറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഈ ഡയറക്ഷൻ വരുന്ന വെയിറ്റ് മൂവ് ചെയ്യുമ്പം ഇപ്പം ബാലൻസ്ഡ് പൊസിഷനിലേക്ക് വരുന്ന ടോർക്ക് കാരണം ഒരു ഓപ്പോസിറ്റ് ടോർക്ക് നമ്മുടെ പോയിൻ്റ് ഉണ്ടാകും. അങ്ങനെയായിരുന്നു സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റത്തിൽ കൺട്രോൾ ടോർക്ക് ഉണ്ടാകും. ആ ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. കൺട്രോൾ ടോർക്ക് T = kg sin θ. kg എന്ന് പറഞ്ഞാൽ ആ വെയിറ്റ് നമ്മൾ വയ്ക്കുന്ന കൺട്രോളിങ് വെയിറ്റിൻ്റെ വെയിറ്റും പിന്നെ വയ്ക്കുന്ന ഹാൻഡിൻ്റെ ലെങ്തും W/L. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ അത് നമ്മുടെ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിളിൻ്റെ സൈന് പ്രപ്പോർഷൻ ആയിരിക്കും. ഈ സൈന് പ്രപ്പോർഷൻ ആയത് കാരണം നമ്മുടെ ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സ്കെയില് നോൺ യൂണിഫോം ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഈ 2 ഡിസഡ്വാൻറ്റേജ് നമുക്ക് നമ്മുടെ സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം കൊണ്ട് ഒഴിവാക്കാൻ കഴിയും. സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം നമ്മൾ കൺട്രോൾ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മീറ്ററിൻ്റെ പോയിൻ്റ് ഒരു സ്പിൻഡിലേക്കായിരിക്കും കണ്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ പോയിൻ്റ് കണ്ട് ചെയ്തേക്കുന്ന ഈ കാണുന്ന ഈ ഒരു നീഡിൽ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ പൈപ്പാണ് സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഈ സ്പിൻഡിൽ നമ്മൾ 2 സ്പ്രിങ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ സ്പ്രിങ്ങാണ് ഇവിടെ കൺട്രോൾ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പോയിൻ്റർ 0 മൂവ് ചെയ്യുമ്പോൾ 0 ഇങ്ങനെ ഡിഫ്ലക്റ്റിൻ്റെ ഒരു കൊടുത്ത് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ സ്പ്രിങ് ഇങ്ങനെ വലിഞ്ഞ് മുറുകാൻ തുടങ്ങും. ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ സ്പ്രിങ് വലിയുന്നത് കൂടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ട്, അതിൻ്റെ ടോർക്ക് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏത് പോയിന്റ് വെച്ചാണോ നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈ സ്പ്രിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷണൽ ടോർക്കിന് ഈക്വലാണെന്ന് ആ പോയിന്റ് വെച്ച് നമ്മുടെ പോയിൻ്റർ സ്റ്റോപ്പ് ചെയ്യും. ഈ കേസിൽ നമ്മുടെ കൺട്രോൾ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ സ്പ്രിങ് ആണ്. അപ്പോൾ സ്പ്രിങ് വലിയുന്നതനുസരിച്ച് നമ്മുടെ പോയിന്റിൻ്റെ മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സ്പ്രിങ് ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ ഫോഴ്സ് ഏത് പോയിൻ്റാണ് ഈക്വലാന്ന് ആ പോയിന്റ് വെച്ച് നമ്മുടെ പോയിൻ്റർ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ മീറ്ററിൽ നമുക്ക് റീഡിങ് കാണാൻ കഴിയും. ഇങ്ങനെയാണ് നമ്മുടെ സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ച് കൺട്രോൾ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കാൻ മറ്റു കാര്യം സ്പ്രിങ്ങിൻ്റെ മെറ്റീരിയൽ ഫോസ്ഫറസ് ബ്രോൺസ് എന്നൊരു മെറ്റീരിയലാണ്. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ 2 മാർക്ക് ചോദിക്കും ഏത് മെറ്റീരിയലാണ് സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റത്തിൽ സ്പ്രിങ്ങിന് ഉപയോഗിക്കുന്നത്. ഫോസ്ഫറസ് ബ്രോൺ. പിന്നെ അതുപോലെ സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ മെയിൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു മീറ്ററിനകത്ത് സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു മീറ്ററിനകത്ത് സ്പ്രിങ് തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് നോൺ മാഗ്നറ്റിക് ആയിട്ട് മെറ്റീരിയൽ ആയിരിക്കണം, മാഗ്നറ്റിക് ആയിരിക്കരുത്. അപ്പോൾ എന്തുകൊണ്ടാണ് നോൺ മാഗ്നറ്റിക് ആയിരിക്കണം എന്ന് പറയുന്നത്? കാരണം നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാക്കുന്നതെല്ലാം മാഗ്നറ്റിക് എഫക്റ്റ് കൊണ്ടാണ്. ഇപ്പം മൂവിങ് ആണെങ്കിലും മൂവിങ് കോയിലാണെങ്കിലും ഡൈനാമോമീറ്റർ ടൈപ്പ് ആണെങ്കിലും എല്ലാത്തിനകത്തും മാഗ്നറ്റിക് എഫക്റ്റ് കൊണ്ടാണ് ശരിക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്നലെ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വേറെ മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ പ്രോപ്പർട്ടി അത് ബാധിക്കും.
ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മളൊരു സ്പ്രിങ്ങും മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അത് അട്രാക്ട് ചെയ്യാനും ഡിഫ്ലക്ട് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സ്പ്രിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. കാരണം സ്പ്രിങ് നോൺ മാഗ്നറ്റിക് ആയിരിക്കണം. അതുപോലെ മെക്കാനിക്കൽ ഫാറ്റിക്സ് ഒന്നും ഉണ്ടായില്ല. ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദീർഘകാലം ഉപയോഗിക്കുകയാണെങ്കിൽ സ്പ്രിങ് ഇങ്ങനെ ഓരോ തവണ ഉപയോഗിക്കുമ്പോൾ സ്പ്രിങ് ഇങ്ങനെ വലിയുന്നു, വീണ്ടും നമ്മൾ മാറ്റുമ്പോൾ വീണ്ടും ലൂസായി, അങ്ങനെ ഒരുപാട് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്പ്രിങ്ങിന് അതിന് ഡാമേജ് ഒന്നും വരരുത്, അല്ലെങ്കിൽ അത് ഒരുപാട് കാലം നമുക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. മൂന്നാമത്തത് സ്പ്രിങ്ങിൻ്റെ റെസിസ്റ്റൻസ് മിനിമം ആയിരിക്കണം. അപ്പോൾ റെസിസ്റ്റൻസും സ്പ്രിങ്ങും തമ്മിൽ എന്തോ ശരിക്കും ബന്ധം വരുന്നത്? റെസിസ്റ്റൻസ് ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ്, പക്ഷേ സ്പ്രിങ് ഒരു മെക്കാനിക്കൽ കമ്പോണൻറ്റ്. റെസിസ്റ്റൻസുമായിട്ട് എന്ത് ബന്ധം? ആക്ച്വലി ഇത് നമ്മൾ ഓരോ മീറ്ററോട് ബന്ധപ്പെട്ടിരിക്കും. ഇപ്പോൾ ഈ മൂവിങ് കോയിൽ, മൂവിങ് ആൻഡ് ടൈപ്പുള്ള മീറ്ററിനകത്ത് ഈ സ്പ്രിങ്ങിന് കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതല്ലാതെ മറ്റൊരു ഒബ്ജക്റ്റീവ് കൂടെ ഉണ്ട്. നമ്മുടെ മൂവിങ് കോയിൽ മീറ്ററിൻ്റെ കോയിലേക്ക് കറണ്ട് എത്തിക്കുന്നത് ഈ സ്പ്രിങ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടെ സ്പ്രിങ് ഈ ചില മീറ്ററിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കേസിൽ സ്പ്രിങ്ങിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലായാൽ അതിനകത്ത് റെസിസ്റ്റൻസ് ഡ്രോപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സ്പ്രിങ്ങിൻ്റെ റെസിസ്റ്റൻസ് മിനിമം ആയിരിക്കും. അപ്പോൾ സ്പ്രിങ്ങിന് ഇപ്പം മറ്റൊരു ഫംഗ്ഷൻ കൂടെ നിങ്ങൾക്ക് മനസ്സിലായി, കൺട്രോൾ ടോർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതുകൂടാതെ സ്പ്രിങ് കൺട്രോൾ ടോർക്ക് ഉപയോഗിക്കുന്ന മീറ്ററിനകത്ത് നമുക്ക് കറണ്ട് കോയിലിലേക്ക് എത്തിച്ച് കൊടുക്കുന്നത് ഈ സ്പ്രിങ് തന്നെയാണ്. അപ്പം അത് കാരണം സ്പ്രിങ്ങിൻ്റെ റെസിസ്റ്റൻസ് മിനിമം ആയിരിക്കണം. അതുപോലെ നാലാമത്തത് റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്പ്രിങ്ങിൻ്റെ ക്രോസ് സെക്ഷൻ. കറണ്ട് ക്യാരിങ് കാരണം ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകാതെ ഇരിക്കാനാണ് ആ ഒരു സഫീഷ്യൻറ്റ് ക്രോസ് സെക്ഷൻ നമ്മുടെ സ്പ്രിങ്ങിനുണ്ടായിരിക്കണം. ഇപ്പോൾ ടെമ്പറേച്ചർ റൈസ് സ്പ്രിങ്ങിന് ഉണ്ടാവുകയാണെങ്കിൽ സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻറ്റൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്, സ്പ്രിങ് പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യത്തില്ല. അപ്പോൾ ഈ കാരണം കൊണ്ട് സ്പ്രിങ്ങിൻ്റെ ക്രോസ് സെക്ഷൻ പ്രോപ്പറായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് സ്പ്രിങ്ങിൻ്റെ റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ സ്പ്രിങ് കൺട്രോൾ ടോർക്കിനെ പറ്റി മൊത്തമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന പോർഷൻ മൊത്തം എഴുതണം. അതുപോലെ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് ഡിഫ്ലക്റ്റ് ചെയ്യും. ആ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പം സ്പിൻഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സ്പ്രിങ് വലിഞ്ഞ് ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് കൊടുക്കും. അങ്ങനെ നമുക്ക് ഏത് പോയിന്റിലാണ് നമ്മുടെ റീഡിങ് കാണിക്കുന്നത് അവിടെ വെച്ച് നമ്മുടെ സ്പ്രിങ് കൺട്രോൾ ടോർക്കിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ടോർക്ക്, സ്പ്രിങ് കൺട്രോൾ ടോർക്ക് ഉണ്ടാക്കുന്ന ടോർക്ക് അതിൻ്റെ ആംഗുലർ ഡിഫ്ലക്ഷനും ഡയറക്റ്റ്ലി പ്രപ്പോർഷൻ ആയിരിക്കും. പക്ഷേ ഇന്നലെ നമ്മൾ പഠിച്ച ഗ്രാവിറ്റി കൺട്രോളിനകത്ത് ടോർക്ക് സൈൻ തീറ്റയ്ക്ക് പ്രപ്പോർഷൻ. നമ്മൾ ആദ്യം എഴുതി അങ്ങനെ എഴുത്തുള്ള ഇക്വേഷൻ TC പ്രപ്പോർഷൻ ടു സൈൻ തീറ്റ ആണ്, അതിൻ്റെ TC = kg സൈൻ തീറ്റ ആണ്. പക്ഷേ ഇവിടെ സൈൻ തീറ്റയ്ക്കല്ല, ഡയറക്റ്റ് ആംഗിൾ തീറ്റയ്ക്ക് തന്നെ പ്രപ്പോർഷനാണ് സ്പ്രിങ് കൺട്രോൾ ടോർക്ക്. നമുക്ക് എഴുതാം TC കൺട്രോളിൻ്റെ ടോർക്ക് TC പ്രപ്പോർഷൻ ടു K, വെറും തീറ്റ തന്നെ എഴുതാം. ഇവിടെ സൈൻ ഒന്നുമില്ല, നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ഡയറക്റ്റ്ലി പ്രപ്പോർഷനാണ്. അപ്പോൾ ഈ പ്രപ്പോർഷണൽ സൈൻ മാറ്റം ഈക്വൽ ടു സൈൻ ആക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് നമ്മൾ KC അല്ലെങ്കിൽ സ്പ്രിങ് കോൺസ്റ്റൻ്റ് എന്ന് പറയും. അപ്പം ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ കൺട്രോളിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ TC എന്ന് പറഞ്ഞാൽ KC × തീറ്റ. KC എന്ന് പറഞ്ഞാൽ സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ്, തീറ്റ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്റ്റിംഗ് ആംഗിൾ. ഇനി നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD TCക്ക് സെയിം ആകുന്ന പോയിന്റ് വെച്ച് പോയിന്റ് സ്റ്റഡി കണ്ടീഷൻ വരും. ആ പോയിന്റിൽ വെച്ചാണ് നമ്മൾ ആ കണ്ടീഷൻ വെച്ചാണ് നമ്മൾ പോയിന്റ് റീഡിങ് കാണിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ സ്പ്രിങ് കൺട്രോൾ ടോർക്കിനെ പറ്റി പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ പോർഷൻ റെക്കോർഡ് വീഡിയോ ആണ്, നിങ്ങൾക്ക് പുതുതായിട്ട് കേൾക്കുന്ന പോർഷനാണ്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോർഷൻ്റെ ഡൗട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തെടുക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച സ്പ്രിങ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഫിഗറില്ലേ, നിങ്ങൾ നോട്ട്ബുക്കിൽ ആ ഫിഗർ വരയ്ക്കുന്നുണ്ട്. ആ ഫിഗർ ഒരു ഫോട്ടോ എടുത്താൽ PDF ആക്കി നിങ്ങൾക്ക് ഇന്ന് ഞാനൊരു ലിങ്ക് ഇടും. ആ ലിങ്ക് നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്യുക. അപ്പം നേരത്തെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോൺ വിളിച്ചാൽ ചോദിക്കുക, അല്ലെങ്കിൽ അടുത്ത ലൈവ് ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്ക് താങ്ക് യു.